ലാംഗ്വേജ് ഫോർ ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസിലെ അടുത്ത പോമെന്ന് പറയുന്നത് മാവ് മുഖർജി ദാസിൻ്റെ ദളിത് ഗേൾ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാവ് മുഖർജി ദാസ് ആരാണെന്ന് നോക്കാം. സോ മാവ് മുഖർജി ദാസ് എന്ന് പറഞ്ഞിട്ട് അക്കാഡമീഷ്യനാണ്, പോയറ്റാണ്, മീഡിയ എഡ്യൂക്കേറ്ററാണ് ആൻഡ് 14 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇവരതുപോലെ തന്നെ യുണിസെഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ എലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്, വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവരുടെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോമാണ് ദളിത് ഗേൾ എന്ന് പറയുന്നത്. അതായത് ഒരു ദളിത് സ്ത്രീ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണ്. വേരിയസ് അക്കാഡമിക് പ്ലാറ്റ്ഫോംസിലും ഫോറംസിലും ഒക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അത് ദളിത് ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു മേഖലയിൽ, ആ ഒരു ലിറ്റററി ഫീൽഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റററി ജോണറിൽ ഈ ഒരു ദളിത് ഗേൾ എന്നുള്ള ഈ ഒരു പോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പോമിലോട്ട്. ഇതൊരു പവർഫുൾ പോമാണ്. ദളിത് വുമണിൻ്റെ ഒരു ജേണി, ഇന്ത്യയിലെ ഒരു ദളിത് വുമണിൻ്റെ ലൈഫ് ജേണിയാണ് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാസ്റ്റ് വെച്ചിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇവരെ, അതായത് ഈ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഈ ഒരു സ്ത്രീയെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തി അവരെ മനഃപൂർവ്വം മാർജിനലൈസ് ചെയ്ത് പിന്നെന്താണ് ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കാസ്റ്റിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് അവർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ, അതായത് സ്റ്റാൻസ 1 to 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ ബർത്ത്, അതായത് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഹമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റിങ്ങിലായിരുന്നു ഇവർ ജനിച്ചത്. അതായത് ഒരു സ്റ്റാറി സ്കൈ, ആകാശത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു ആകാശത്തിൻ്റെ കീഴിലുള്ള ഒരു ടെൻറ്റിലാണ് ഇവർ ജനിച്ചതെന്നാണ് പറയുന്നത്. ഒരു സെലിബ്രേഷനോ ഒരു ഡ്രാമയോ ഇല്ലായിരുന്നു ഇവർ ജനിച്ചപ്പോൾ, ബിക്കോസ് ഒരു പെൺകുട്ടി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് തുടങ്ങുന്നത്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വലിയ സെലിബ്രേഷനും ഡ്രാമയൊന്നും ഇല്ലായിരുന്നു. ഒരു സിമ്പിൾ ആൻഡ് പ്ലെയിൻ ബർത്ത് ആയിരുന്നു എനിക്കെന്നാണ് പറയുന്നത്. 6 വയസ്സുള്ളപ്പോൾ, സ്റ്റാൻസ 4 to 6 ആണ്. 6 വയസ്സുള്ളപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി ഫെർദർ നാരോ ചെയ്യുവാണ്. ഇപ്പോൾ ആ കുട്ടി പെൺകുട്ടിയല്ല, ഇപ്പോൾ ഒരു ദളിത് ഗേൾ ആയിട്ട് ഒഫീഷ്യലി പറയുവാണ്. ഐ എം എ ദളിത് ഗേൾ എന്ന് ഒഫീഷ്യലി ഈ ഒരു 4 to 6 ലൈൻസിനകത്ത് അല്ലെങ്കിൽ സ്റ്റാൻസയ്ക്കകത്ത് പറയുവാണ്. അപ്പോൾ സൊസൈറ്റിയിലെ റിജക്ഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഡിസ്ക്രിമിനേഷൻ തുടങ്ങി. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ആദ്യമേ മാറ്റി നിർത്തിയത്, പിന്നെ മാർക്കറ്റിൽ ബോയ്സ്, പിന്നെന്താണ് സൊസൈറ്റി ഇൻ ജനറൽ ഈ പെൺകുട്ടിയെ ദളിത് ഗേൾ ആയതുകൊണ്ട് മാറ്റി നിർത്തി. ആൻഡ് അവർക്ക് ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഏജിൽ കൺഫ്യൂഷനായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് മാറ്റി നിർത്തുന്നത്. അത് വളരെ ഡീപ്ലി പെയിൻഫുൾ ആയിരുന്നു ആർക്ക്, ഈ ഒരു സ്പീക്കറിന്. അപ്പോൾ കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ആ ഒരു സംഭവം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ക്രൂവൽറ്റിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാൻസ സംസാരിക്കുന്നത്. ഇനി സ്റ്റാൻസ 7 to 8 അവരുടെ ഫാമിലിയുടെ സ്ട്രഗിളിനെ കുറിച്ചാണ് പറയുന്നത്. റേഷൻ ഷോപ്പിൽ പോകുമ്പോൾ ലോങ് ക്യൂവിൽ പിന്നെ വെയിറ്റ് ചെയ്യണം. മീറ്റിങ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ മോക്ക് ചെയ്യും അല്ലെങ്കിൽ കളിയാക്കും. ഇതൊക്കെ വളരെ നോർമലായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കാണുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് മാത്രം അതായത് ഇങ്ങനെ ദളിത് കാസ്റ്റിനോട് ഉള്ള അനീതിയാണ്, ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അനീതിയാണ്. പക്ഷേ വെളിയിലുള്ള സൊസൈറ്റിക്ക് ഇതൊരു കൈൻഡ് ഓഫ് അബ്നോർമലായിട്ടൊന്നും തോന്നത്തില്ല. ഇത് നോർമലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ കളിയാക്കുക, മാറ്റി നിർത്തുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇത് നോർമലൈസ്ഡ് ആക്കി എന്നുള്ളതാണ് നമ്മുടെ സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആരും എന്തുകൊണ്ടാണ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? ആൻഡ് ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ. അവർ ജെന്യൂനായിട്ട് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുവാണ്. അതായത് ഭയങ്കര ദേഷ്യത്തോടുകൂടി നാണക്കേടുകൂടും കൊണ്ട് ഈ കുട്ടി അല്ലെങ്കിൽ സ്പീക്കർ ചോദിക്കുവാണ്. അവരുടെ കമ്മ്യൂണിറ്റി, അവരുടെ ഫാമിലിയൊക്കെ എന്ത് ചെയ്യാണ്, ആളുകൾ മാറ്റി നിർത്തുകയാണ്. പേടിച്ചിട്ട് ചിലർ അവർ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പേടിച്ചിട്ടും അവർ ജസ്റ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ജീവിതമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റാൻസ 9 പറയുന്നത് ഒരുപാട് അടിച്ചൊതുക്കിയിട്ടും സൈലൻസ് ചെയ്തിട്ടും അവരുടെ സോൾ, ഈ സ്പീക്കറിൻ്റെ സോൾ അതിനെല്ലാം ചെറുത്ത് നിർത്തി, അതായത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു ബോണ്ടഡ് ലേബറിനെ മെറ്റഫറുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുവാണ്. അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരിയെ പോലെയാണ് എന്ന് ഇങ്ങനെ പറയുവാണ്. അത് ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലും അല്ലാതെയും ഇവരുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് പറയുവാണ്. പക്ഷേ എന്നാലും ഇവരുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത്, ഇവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് റെഫ്യൂസസ് ടു ഗിവ് ഇൻ, അതായത് തോൽക്കാനിട്ടും മനസ്സിലായിരുന്നു. സ്റ്റാൻസ 10 to 12 എന്ന് വെച്ചാൽ 18 വയസ്സായപ്പോൾ മാരേജ് വളരെ ട്രാൻസ്ഫോം ചെയ്തു. ഇപ്പോൾ ഒരു സ്ത്രീയായി മാറി, ലീഗലി ആൻഡ് സോഷ്യലി ഇപ്പോൾ ഒരു ഹസ്ബൻഡുണ്ട്. അപ്പോൾ സിമ്പിൾസ് ഓഫ് മാരേജ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. വെർമീലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമം ഇടുന്നുണ്ട്. ഫേസ് ക്ലോത്ത് ഉണ്ട്, അതായത് കല്യാണത്തിന് നമ്മളിങ്ങനെ മുഖം മറച്ചിങ്ങനെ നിൽക്കുമല്ലോ, ഫേസ് ക്ലോത്ത്. ഇതൊക്കെ എന്ന് വെച്ചാൽ കൺട്രോളിങ്ങിൻ്റെ ടൂൾസ് ആയിട്ട് മാറി. ആദ്യമേ എന്ന് വെച്ചാൽ പെൺകുട്ടി എന്നുള്ള നിലയിൽ അവഗണന നേരിട്ടു. സെക്കൻഡ് തിങ്, ആസ് എ ദളിത് ഗേൾ എന്ന് പറഞ്ഞപ്പോൾ സൊസൈറ്റി തന്നെ മാറ്റി നിർത്തി. അടുത്ത് ആസ് എ മാരീഡ് വുമൺ ആയപ്പോൾ ഹസ്ബൻഡ് തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്,
ഇൻലോസ് തന്നെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. വൺസ് അഗെയിൻ എന്താണ് ഈ സ്പീക്കർ അവളുടെ ഐഡൻറ്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അതായത് വീണ്ടും 3 സ്റ്റേജ്, ലൈഫിൻ്റെ 3 സ്റ്റേജിലും എന്താണ് ഇവളെ സൈലൻസ് ഇരിക്കുകയാണ്. സ്റ്റാൻസ 13 to 40 എന്താണ് 70 വയസ്സായി. ഇപ്പോൾ ഡെത്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. മെൻ്റലി അലേർട്ടും സ്പിരിച്വലി അൺബ്രോക്കണുമാണ് ആര്, നമ്മുടെ സ്പീക്കർ. ഈവൻ ഈ ഒരു ലൈഫിന് എൻഡായി പോയപ്പോൾ പോലും ഉള്ളി ഐഡൻറ്റിറ്റി എന്താണ് ഇവരുടെ ഡെഡ് ദളിത് വുമൺ, അങ്ങനെ പറയത്തുള്ളൂ ഇവർ മരിച്ചാലും. അപ്പോഴും ആ ദളിത് എന്നുള്ള ആ ഒരു ടാഗ് നെയിം ഇവരുടെ കൂടെ കാണും. അപ്പോൾ ഫൈനൽ ആൻഡ് മോസ്റ്റ് പവർഫുൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ വാസ് ഹർ ഹ്യൂമാനിറ്റി നെവർ അക്നോളജ്ഡ്? അതായത് അവരൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ട് സൊസൈറ്റി അല്ലെങ്കിൽ അവർക്ക് ചുറ്റിനുമുള്ള ആളുകൾ അക്നോളജ് ചെയ്തില്ല, അതായത് ആരും മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ ഒരു പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്താണ്, ഐ എം എ ഗേൾ. സെക്കൻഡ് ഐഡൻറ്റിറ്റി എന്താണ്, ഐ എം എ ദളിത് ഗേൾ. പിന്നീട് എന്താണ്, മൈ ഹസ്ബൻഡ് വാസ് മൈ ഗാർഡിയൻ, അതായത് കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡായി. അവസാനത്തെ ഐഡൻറ്റിറ്റി എന്താണ്, ഐ എം എ ഡെഡ് ദളിത് വുമൺ. ഇങ്ങനെയാണ് 4 ഐഡൻറ്റിറ്റീസാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ആ ഒരു ബ്രാൻഡിങ് മാറുന്നില്ല. ആദ്യമേ ഗേൾ എന്നുള്ള ബ്രാൻഡിങ്, ദളിത് ഗേൾ എന്നുള്ള ബ്രാൻഡ്, അടുത്ത കല്യാണം കഴിച്ചു, മൂന്നാമത്തെ എന്താണ് ഡെഡ് ദളിത് വുമൺ, അങ്ങനെയുള്ള ബ്രാൻഡ്. അപ്പോൾ ഇതിനകത്ത് തീം വരുന്നതെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ലേബലിങ്ങിനെ കുറിച്ചുമാണ് പറയുന്നത്. അതായത് കാസ്റ്റ് വെച്ചിട്ട്, ജെൻഡർ വെച്ചിട്ട്, അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മാറ്റി നിർത്തുകയാണ്, അല്ലെങ്കിൽ പല പേരിട്ട് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയാണ്. ഇനി കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാം. ദളിത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ് സെൻറ്റൻസ് കിട്ടിയതുപോലെ തന്നെയാണ്. ആ ദളിത് എന്നുള്ള ടാഗ് ഒരിക്കലും മാറില്ല, മരിച്ചാലും ജീവിച്ചാലും. ഇനി പേട്രിയാർക്കിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഗേൾ ടു വുമൺ, വുമൺ ടു വൈഫ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സൊസൈറ്റി അല്ലെങ്കിൽ ആണുങ്ങളുടെ കൺട്രോളിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ സൈലൻസിങ്ങും റെസിസ്റ്റൻസും, അതായത് ഇവരെ എത്ര സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സ്പീക്കറിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അത്രയും ഭയങ്കര കറേജിയസ് ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ നല്ലപോലെ ഉണ്ട്. പിന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റെക്കഗ്നീഷനാണ് അടുത്ത പോയത്തിൻ്റെ ഫൈനൽ സ്റ്റാൻസ്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എന്തുകൊണ്ട് എൻ്റെ അല്ലെങ്കിൽ ആ സ്പീക്കറിൻ്റെ ഹ്യൂമാനിറ്റിയെ ആരും അക്നോളജ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ ആരും പെരുമാറുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞ് പോയേക്കുന്നത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വരാം. 4 ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ജെൻഡർ ഇനിക്വാളിറ്റി വരുന്നുണ്ട്, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ എന്താണ് ഇത് ആരും എന്താണ് ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ അക്നോളജ് ചെയ്യാത്ത പോലെയാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ അടുത്ത് എല്ലാവരും പെരുമാറുന്നത്, ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിലും. അപ്പോൾ അതും എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.